സ്റ്റാർട്ട് ഒന്നും ആയില്ല ജോക്കി. സ്റ്റാർട്ട് ആയി പ്രാവടല്ലേ എവിടെ ഇപ്പഴും ഇതിലേക്കുന്നു മെയിൻ ഗാരേജില്. മെയിൻ ഗാരേജില് മെമ്പർഷിപ്പ് ബ്രോ. താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് മേറു ബ്രോ. ബിലോ ആവറേജ് അല്ലേ? ബിലോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്യാനാണ്. ഓൾറെഡി എവിടെ അവര് സ്നൈപ്പർ ആന്റണി വാക്കറിനെ കൊന്നു, വണ്ടി ഇടിച്ചു കൊന്നു. വണ്ടി ഇടിച്ചു എവിടെയാണ് കൊന്നത്? സ്നൈപ്പർ ആന്റണി വാക്കറിനെ വണ്ടി ഇടിച്ചു കൊന്നു. വണ്ടിക്കിടിയായി. അവരുടെ വണ്ടി നൂത്ത് കൊടുക്കുക തോന്നുന്നു. അങ്ങനെ അറിയാതായതാ വണ്ടി നൂത്ത് കൊടുത്ത. സ്നൈപ്പ് ഓടിക്കണം അവന്റെ വണ്ടി. വണ്ടി എടുത്തോണ്ട് പോണു സ്നൈപ്പ്. പക്ഷേ T47 ഡെലിവറി ആണല്ലോ. തുടക്കത്തിൽ തന്നെ G30ക്ക് ഒരു വണ്ടി നഷ്ടമായിരിക്കുകയാണ്. നടന്നു പോവാൻ എന്താ ഞാൻ കണ്ടില്ല. വേണ്ട വണ്ടി നഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യാൻ പറ്റത്തില്ല. ടർഫ് തുടങ്ങിയില്ലേടാ? ഇത് പൊട്ടാതിരുന്നാ മതി. ഇത് മറ്റേ ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഗെയിം സൗണ്ട് ഇല്ല. ഡെസ്ക്ടോപ്പ് ഓഡിയോ വെട്ടി വെച്ചിരിക്കുക. കേക്കാവോ? റെഡിയായി. എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മുടെ ഇതുണ്ടല്ലോ, അതിന്റെ പേരെന്തുവാ? ഏതാ അതിന്റെ പേരെന്തായിരുന്നു? ഓലക്ക. ഈ പൊടിക്കാൻ വേണ്ടി മാവ് ഇതൊക്കെ പൊടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ രണ്ട് കൈ മാറി മാറി ഇടിക്കും. അടുത്തത് G30 ദില്ലിയിൽ. ഇത് എന്താ ഇത്? വീഡിയോമോന്റെ വീഡിയോമാണോ? ഇതെവിടാ ഇത്? ദില്ലിക്ക് ഇനി കയറാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല. അതല്ല അത് എങ്ങനെ ചത്തത്? വീഡിയോമാണ്. ഇരുന്നിട്ട് വീഡിയോ ആയത്. ഇതിന് മുന്നേ വീഡിയോമാണ്. ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ വരുന്നത്. ഇതെന്ത് തേങ്ങ? ഈ പ്രാവശ്യം പറ്റത്തില്ലല്ലോ. എന്തായാലും വീഡിയോ അല്ലേ. വീഡിയോമിൽ എങ്ങനെയാ ചത്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പോട്ടെ. അതായത് അത് നോക്കണ്ട. അത് കാരണം ഇപ്പൊ സ്വന്തം പ്ലെയറിന്റെ വീഡിയോ ആണെങ്കിൽ നമുക്ക് എടുത്ത് വണ്ടി ഇല്ലാത്തോണ്ടായിരിക്കും. അത് അവർക്ക് TVS വണ്ടി ടെസ്റ്റ് സെർവറിൽ എന്തെങ്കിലും വീഡിയോ ആയതല്ലേ. കൊടുത്താണ് അവരുടെ വണ്ടി ഇറങ്ങിയിട്ടില്ല. ആരുടെ വണ്ടി? TVS വണ്ടി ചിലപ്പോ ഇതായിരിക്കും. ഇടക്കൊന്ന് വീശിൽ നോക്കിയാൽ നല്ലൊരു സ്പ്രേ അവര് തിരിച്ച് അവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതേപോലെ നമ്മൾ ഇവിടെ സോണിന്റെ എഡ്ജിൽ G30യുടെ വണ്ടികളിലെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. 2 പ്ലേയേഴ്സ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പ്രഡിക്ഷൻ വേണ്ടായിരുന്നല്ലേ? എടാ വേണ്ട, പ്രഡിക്ഷൻ വേണ്ട. ഇതിന് വേണ്ട പ്രഡിക്ഷൻ വേണ്ട. ഈ ഒരു ഏരിയയിൽ നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർത്താണ്ഡൻ ഡിങ്കർ, G30 മൈറ്റി ടോറസ്. സിമുലേറ്റർ ലൈവ് ഉണ്ട്, അതിന് നമുക്ക് പ്രഡിക്ഷൻ ഇടാം. ഞാൻ കിക്കിലായിരിക്കും ഇന്ന് സിമുലേറ്റർ ലൈവ്, ഇന്നൊരു ദിവസം മാത്രം. പക്ഷെ അവരുടെ വണ്ടികൾ എല്ലാവരും അവർ അവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് വേറെ ആളിൽ പോവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നീരൻ ഇവിടെ വേറെ ഒരു വണ്ടീനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവർ 4 വണ്ടികളാണുള്ളൊക്കെ. അവർ നേരെ ഈ ഒരു ഏരിയയിലോട്ട് വന്നു. ഇവിടെ ഈ ഒരു ഏരിയയിലോട്ട് അവർ വന്ന് നിർത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട്സിലോട്ടാണ് അവർ കയറുന്നത് ഡയറക്റ്റ്. കുറെ പോയിന്റ്സ് ഉണ്ട്, അതാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പോയിന്റ് എനിക്കറിയാം. ഇവിടെ
ജുഗ്രു അവരുടെ വണ്ടീനെ പിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ അവരുടെ ബാക്കിയുള്ള 3 വണ്ടികൾ ഓൾറെഡി സോണിൻ്റെ അകത്തുണ്ട്. ബട്ട് ബൈഫുട്ട് ഇറങ്ങിയ പ്ലേസ് എല്ലാം തിരിച്ച് വണ്ടിക്ക് ഇന്നലത്തെ TJ vs KV കണ്ടായിരുന്നു നിങ്ങളാരെല്ലാം? TJ നല്ല പോലെ കളിച്ചു കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, TJ ഇന്നലെ നല്ല രീതിയിൽ കളിച്ചു. ആ ടർഫ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക്. TJ അവരുടെ ടർഫ് അടിച്ചെടുത്തായിരുന്നു, നല്ലപോലെ കളിച്ചവര്. സോണിനകത്തുള്ളത് അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഓൾറെഡി വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സോൺ ഷിഫ്റ്റ് എത്തിയിരിക്കുന്നു. കറന്റ്ലി TVക്ക് ഒരുപാട് ആവശ്യലേറെ സോണ് അവർ നിൽക്കുന്ന ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു സോണിന്റെ ഇൻഫ്ലുവൻസ് കൂടുതലും TVയുടെ സൈഡിലാണുള്ളത്. Z30 എന്താണ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ Z30 വേണ്ടി ഈ ഒരു Z30യുടെ റോൾ ഉണ്ടെന്ന് ചെക്ക് ചെയ്യട്ടോ. ആർക്ക് T-Force റോൾ നടക്കുന്നത്. 11 പേര് അവര് സോണിനകത്തുണ്ട്. അവര് റൊട്ടേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എടാ എന്റെ പ്രഡിക്ഷൻ എന്താ? TV ജയിക്കണം എന്നല്ല, അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടോ? വേണമെങ്കിൽ ജുഗ്രുവിന്റെ ഇതിട്ടോടെ വേണേ. ജുഗ്രു ഇന്ന് എത്ര പിക്ക് എടുക്കും എന്നുള്ളത് ഇട്. TVയുടെ പ്ലേയേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിംഗിൽ സാവേജ്, അതുപോലെ തന്നെ ഡെസ്ട്രോ, കില്ലോ, ജുഗ്രു ഇന്ന് 3 പിക്ക് എടുക്കുമെന്നുള്ള പ്രഡിക്ഷൻ ഉണ്ട്. വില്ലു, സ്റ്റീവ് ആൻഡ് മെസ്ബോയ് ആണ് കളിക്കുന്നത്. നീല്, ബൈഫുട്ട്, ബാക്കിയുള്ള പ്ലേയേഴ്സ് വണ്ടിയിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാരും ഈ ഒരു ഏരിയയിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അവനെ പ്രാർത്ഥിച്ച് തോപ്പിക്കോടെ പ്രഡിക്ഷൻ ചെയ്യിക്കാൻ. ആന്റണി അതേപോലെ ആന്റണി തിരിച്ചെത്തിയിരിക്കുകയാണ്. എടാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ ലൈവ് കാണുന്ന ഒരാള് നിക്കോണിന് എന്തോ ജോൽസിനെ കണ്ടിട്ട് എന്തോ ഓഡിയോ അയച്ചു കൊടുത്ത്. നിക്കോൺ ഉണ്ടോ ഇവിടെ? ഇവനത് എനിക്ക് ഫോർവേഡ് ചെയ്തെന്ന്. ആ ജോത്സ്യം പറയണത് എന്റെ വീട്ടിൽ ആരോ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. എനിക്ക് കേട്ടിട്ട് എന്റെ പേടിയാവണ്. വണ്ടിയിൽ സൈബർ കയറാൻ സാധിച്ചില്ല അവിടെ. പക്ഷെ കൊന്നത് സോണൌട്ടിന്നല്ലേ കൊന്നേ? സോണൌട്ടായിരുന്നല്ലേ? സോണൌട്ടിന്ന കൊന്നേ. ഒരു സെക്കൻഡ് തലധാരൊക്കെയാണ് ഒഴിവാക്കാൻ. അത് വേണ്ട, അത് വേണ്ട. അല്ലെങ്കിൽ നാളെ നടത്താൻ സമയമില്ല. അല്ല ഇനി നടത്തത്തില്ലല്ലോ. വൺ സൈഡ് അല്ലേ? വൺ സൈഡ് അല്ലേ? ഏത്? അല്ല ഒരു സൈഡിൽ മാത്രമല്ല ഇപ്പൊ FRP വന്നിട്ടുള്ളൂ. ആണോ? ലൈവ് നടക്കട്ടെ, കണ്ടിന്യൂ ആവട്ടെ. FRP ടർഫിന് ശേഷം കറന്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോ ടർഫ് അവിടെ ഇത് നമ്മുടെ സൈഡിൽ നിന്ന് FRP ഒന്നും ഇല്ല. നമുക്കാ ടർഫ് കിട്ടി. നമുക്കാ ആയതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒന്നും വരാതിരുന്നാ മതി. കാണിച്ചിട്ടുണ്ട്. സോ വിചാരിക്കാം നല്ലൊരു അഗ്രസീവ് പുഷ് നമുക്ക് കാണാൻ സാധിച്ചാൽ നന്നായിരുന്നു തന്നെ. കാണുന്നവർക്ക് ഒരു എന്റർടൈനിങ് ആയിരുന്നു തന്നെ അത്. Z30 അസീം, ദില്ലി, എൻഗോട്ട്, അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കി, ഡെസിമിൽ, റൊസാരിയോ റോഡ്രിഗസ് അടങ്ങുന്ന Z30യുടെ വണ്ടി ഇവിടുന്ന് വേറൊരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. സ്റ്റീവ് അസ്രിയൽ ഇവിടെ സോൺ ഔട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ മെസ്ബോയ് ഗോക്കു ഫാക്ടറി ഏരിയ ഹോൾഡ് ചെയ്യാണ്. നീലൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡെസ്ട്രോ ആൻഡ് കില്ലോ ജപ്പാൻ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യാണ്. തിരിച്ചു കയറ്റിയല്ലോ. അവർ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മേ ബി റിപ്പയറിന് പോവുകയാണെന്ന് തോന്നുന്നു. യെസ്, അവർ അത് കണ്ടിട്ട് ഇവിടെയുള്ള റിപ്പയറിലോട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. റിപ്പയർ ചെയ്തിരിക്കുകയാണ്. എടാ നമുക്ക് ഞാൻ വേറെ കാര്യം പറയട്ടെടാ, നമുക്ക് KVക്ക് ടർഫ് കാർഡ് കൊടുക്കണോടാ തിരിച്ച്. കേട്ടാ എല്ലായിടത്തും കേക്കടാ, ഇത് ടർഫ് കാർഡ് കൊടുക്കണം തിരിച്ച്. അവർക്ക് ഇനി 2 ടർഫ് വിളിക്കാനുണ്ട്, മനസ്സിലായ? അവർക്ക് ഇപ്പൊ ടർഫ് ഹോൾഡ് ചെയ്ത് അവർക്ക് ഇനി വിളിച്ചെടുക്കണം. നമുക്ക് തിരിച്ചു കൊടുക്കണം ആ പോയിന്റ്. അല്ല വീഡിയോ എന്റെ POV ഉണ്ടെണ്ണ. അവൻ ഞാൻ കറക്റ്റ് ഇടിക്കുമ്പോ അവൻ പുറത്തിറങ്ങി തന്നു. അവനെ പുറം ആണോ?
ലോയൽറ്റി പോയിന്റ് റീസെറ്റ് ആകുമെന്ന്. റീസെറ്റ് ആവും റോയൽറ്റി പോയിന്റ്. ഓ ജുഗ്രു ഈ ഒരു ഏരിയ വന്ന് പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജുഗ്രു ഒറ്റയ്ക്കായിട്ടും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജുഗ്രുവിന്റെ റീസെറ്റ് ആകും നെക്സ്റ്റ് വീക്ക്. നല്ലൊരു പിറ്റിംഗ്. ഓക്കെ, ജുഗ്രു തിരിച്ചു പോകുന്നു വണ്ടിനെ പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വീണ്ടും റിപ്പയർ ആയി ഇറങ്ങിയ വണ്ടീനെ റിപ്പയർ സ്റ്റേഷനിൽ ഇട്ട് തന്നെ പിറ്റ് ചെയ്ത് കേടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ജുഗ്രു തുടങ്ങിയോ? 5 വയസ്സുള്ള ഒരു 10 രൂപയുടെ മിനറൽ വാട്ടർ മേടിച്ചു തരാത്ത നീ 650 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോടാ അവിടുന്ന്. Z30 ആ ഒരു വണ്ടിയുടെ പുറകിന് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നീരൻ അവിടെ വണ്ടി റിപ്പയർ ചെയ്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഷട്ടർ ഡോറ് വണ്ടി എന്തൊക്കെ ബട്ട് അവിടെ ആ വണ്ടിയുടെ ഒരു പവർ കാരണമാണ്. ജർമ്മൻ കണ്ണാപ്പി ഓജി. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇത് വേറെ ഫേക്ക് അക്കൗണ്ട് ആരാണോ? താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓ ഇല്ല, എല്ലാരും ഇവിടെ ഉണ്ട്. വരുന്നുണ്ട് അവരുടെ വണ്ടി. ആ വണ്ടി പക്കിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു, അത് പറഞ്ഞു വിടുന്നുണ്ട്. അതുപോലെ ജുഗ്രു പക്കിയുടെ വണ്ടിനെ എടുത്തിട്ട് റോക്കറ്റ് ലീഗ് കളിക്കുകയാണ് അവിടെ രണ്ടുപേരും കൂടെ. ബാക്കിയുള്ള വണ്ടികളെല്ലാം സോണിലോട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേര് വെളിയില, നമ്മുടെ ഒരാൾ ചത്തു. അപ്പം 3 പേര് വെളിയില. അപ്പൊ അവരെ 9 പേരെ ഫുൾ സ്റ്റാക്ക് പുഷ് ചെയ്യാനുള്ള ഇത് നോക്കുവന്മാരിനി. എന്നുവെച്ചാൽ ഒരു 2 വണ്ടി ഇവിടെ കിടന്ന് ഇതായിട്ട് ബാക്കി ഫുൾ ആളുള്ള വണ്ടി അവന്മാർ കൊണ്ട് കുത്തി ഇവിടെ ഫൈറ്റ് എടുക്കാനുള്ള പരിപാടി നോക്കും മിക്കവാറും. മൂന്ന് പേരുള്ള ഒരു വണ്ടി അവിടെ വെളിയിൽ കുത്തിട്ടുണ്ട്. ഇറങ്ങുന്നതിന് പോലെ ചത്തോ റാഞ്ചോ. ഇവിടെ വൻ പിറ്റിംഗ് ആണ്. ജുഗ്രു എല്ലാം സോണോട്ട് ഇറങ്ങി ഫയർ ചെയ്തുണ്ട്. അതേപോലെ ആ വണ്ടി ആംഗിളിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, എല്ലാരും ആ ഒരു ആംഗിൾ തന്നെയല്ല ഫയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അവരുടെ വണ്ടി ലോക്ക് ആയിട്ടുണ്ട്. റിപ്പയർ ചെയ്ത് വന്ന എല്ലാ ടയറും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജാസ്വി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. മീൻസ് എ ലോട്ട് ജാസ്വി ബ്രോ, താങ്ക് യു സോ മച്ച്. വണ്ടികളെല്ലാം തിരിച്ച് സോണിന്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഓ ഇവിടെയാണോ? ഇവിടെ ഒരു ഫയറിംഗ്. ഓക്കെ, തിരിച്ച് Z30 വണ്ടികളെല്ലാം റീഗ്രൂപ്പ് ആയിട്ടുണ്ട്. ജുഗ്രു അവരെ ചേസ് ചെയ്ത് വീണ്ടും പോകുന്നുണ്ട്. വീണ്ടും റിപ്പയറിന് വേണ്ടി പോവാണോ ദൈവമേ? ഓക്കെ, ഓ മറ്റേ ബൂം ചിക്ക വാവാ ഷോട്ട് എന്നൊക്കെ പറയുന്നത് അതൊരു കിടിലൻ ഫിറ്റിംഗ് ആയിരുന്നു. അതിൽ തെറിച്ച് പോയിട്ടുണ്ട് Z30 വണ്ടി. ആ വണ്ടിക്ക് ടയർ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സോ ആ വണ്ടിനെ റിപ്പയർ ചെയ്യാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജുഗ്രു അവിടെ വണ്ടിയായിട്ട് ഫിറ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ നിന്നെ അവരെ റിപ്പയർ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസ്മരിക ഒരു ഷോട്ട് ആയിരുന്നു. Kick points, 100 kick points. Adul Akhil Joseph bro, thank you so much for 1000 kick points. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ thank you so much guys, means a lot. ഇവിടെ ഒരു പ്ലെയർ മാർക്കർ. ഓക്കെ, ജുഗ്രു ആ വണ്ടി വിട്ട് ഇപ്പുറത്തെ വണ്ടിയിലോട്ട് കയറിയിരിക്കുകയാണ്. ജുഗ്രുവിനെന്തോ ഭ്രാന്തായിട്ടാ. അവര് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ദില്ലി, നിൽഗോഡ്, നസീം, മോബി അവിടെ ഓൾറെഡി സ്പോട്ട് ചെയ്തിട്ട് അവർക്ക് കോൾ കൊടുത്തിട്ടുണ്ട്. സോ അവർക്ക് ആ ഒരു ആംഗിൾ പുഷ് ചെയ്യാൻ സാധിക്കാതെ അവർ അവിടെ നിന്ന് ബാക്ക് ഓഫ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അവരെന്തോ പ്ലാനൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അവർ ആ പ്ലാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോണവര്. അപ്പോൾ എന്തായാലും Z30 നല്ലൊരു പ്ലാനോട് വന്നിരിക്കുന്നതെന്ന് അവര് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അറിയാം.
കണ്ണാപ്പി ബ്രോ താങ്ക് യു സോ മച്ച്. അത് 500 ഈഗോ മാറ്റേഴ്സ് എന്ന് പറഞ്ഞ് സോണ് ചുരുങ്ങിയിരിക്കുന്നത്. നമ്മളാളെ ഈ ഒരു ഏരിയകളിലോട്ട് സോണ് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ മനാ ബ്രോ എന്താ മനാ ബ്രോ താങ്ക് യു സോ മച്ച്. അത് 25 എത്ര 25 മനാ ബ്രോ താങ്ക് യു സോ മച്ച്. 25 മെമ്പർഷിപ്പ്. വാട്ട് ദ ഫക്ക്. യുടെ വക അവരുടെ പ്ലാൻ നമുക്കിപ്പോ കാണാൻ സാധിക്കും. ഓക്കെ, അവരിപ്പോ റെഡി ആവാൻ പറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇനി ഒരു ഹാർഡ് ഓൺ പുഷ് ആണ് വരാൻ പോകുന്നതാണ് തോന്നുന്നത്. എന്താണ് സീറ്റടി ചെയ്യാൻ പോകുന്നത്? നീൽ അവിടെ വണ്ടി പിറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ. താങ്ക് യു സോ മച്ച് മീൻസ് ലോട്ട്. കറന്റ് 11 vs 12 ആണ് ഗയ്സ്. 11 vs 12. Z30 വണ്ടികളിൽ ഈ ഒരു ആംഗിളിൽ നിന്ന് ലിഫ്റ്റ് ഓഫ് ആവുന്നുണ്ട്. ജുഗുറു ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അവിടുന്ന് അവർ വണ്ടിയായിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. വീണ്ടും ഒരു ഹാർഡ് റൊട്ടേഷനാണ് അവരുടെ പ്ലാൻ. മേ ബി ആ പ്ലാൻ എല്ലാവർക്കും ഒന്ന് സിങ്ക് ആവാൻ വേണ്ടി റെഡി ആക്കുവാണെന്ന് തോന്നുന്നു. അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. Z30 റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ആംഗിൾസിലോട്ട് വീണ്ടും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. അഗസ്ത്യ ബ്രോ താങ്ക് യു സോ മച്ച്. ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. സബ് മിസ് ആരുടെ സബ്ബാണ് മിസ് ചെയ്തത്? അഭിഷേക് ബ്രോഡ് എനിക്ക് കാണിക്കുന്നില്ല. അല്ലല്ല അൽതാഫ് ഹസൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. അഭിഷേക് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. അതേപോലെ തന്നെ മൈറ്റി, അതേപോലെ തന്നെ മാർത്താണ്ഡൻ, ഡിങ്കർ, അസീം, ഓക്കെ അവരെല്ലാവരും ആ ഒരു എഡ്ജിലോട്ട് വന്ന് എത്തിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി കേട്ടാ, അവരെല്ലാവരും ആ ഒരു എഡ്ജിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ എല്ലാ പ്ലേയേഴ്സും നല്ലൊരു സ്പ്രേ. അസീമിന്റെ വക ഒരു റൊട്ടേഷൻ. ജുഗുറു ആ ഒരു ഏരിയയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ജുഗുറുവിന് ആർമർ ഇല്ല. ജുഗുറു അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇത്രയും പിറ്റിങ്ങിനിടയ്ക്ക് ആർമർ കുറയുന്നത് ജുഗുറുവിന് ശ്രദ്ധിക്കാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. നല്ല ടാഗ് ഡെമിസിലിന്. ഡെമിസിൽ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഏബൽ അവിടെ വണ്ടിയിൽ വീണ്ടും ഇവിടെ പിറ്റിങ് ആണോ? ഇത് പുതിയ ഗ്യാങ്ങാണോ Z30? ഇവര് SRR ഇറങ്ങിയ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയതാ ജോക്കി. SRR പുതിയതായിട്ട് വന്ന മേളിൽ കയറി മൈറ്റിക്ക് നല്ലൊരു ടാഗ്. മൈറ്റി അപ്പൊ തന്നെ ഹീൽ ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. റൊസാരിയോ റോഡ്രിഗസ് അതേപോലെ തന്നെ പക്കി അവിടുന്ന് ഒരു 1 വേ എടുത്തിട്ട് സ്പ്രേ ആണെന്ന് തോന്നുന്നു. രണ്ട് സൈഡും സ്പ്രേ, രണ്ട് സൈഡും നല്ലൊരു സ്പ്രേ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും നല്ലൊരു ബട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്ന ടാഗ് വളരെ മിനിമലിസ്റ്റിക് ആണ് തോന്നുന്നു. ടാഗ് അവിടെ ഹീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസിന് കുറച്ച് ഹീലിങ്സ് അടി കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏബലിനെ എടുക്കാനായിട്ടാണ് നിൽഗോട്ട് വരുന്നത്. ഏബൽ അവിടെ നിൽഗോട്ടിനെ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നിൽഗോട്ട് ജാസ്മി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് അഗൈൻ. താങ്ക് യു സോ മച്ച് ജാസ്മി ബ്രോ, മീൻസ് എ ലോട്ട്. റൊസാരിയോ റോഡ്രിഗസ് നല്ലൊരു ടാഗ് കൊടുത്തു. ബട്ട് റൊസാരിയോ തിരിച്ചു കയറി. നിൽഗോട്ട് ആ ഒരു ആംഗിള് മനസ്സിലാക്കി തിരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, മോബി നീലകണ്ഠൻ ഈ സൈഡിൽ കയറാൻ നോക്കുന്നുണ്ട്. ബട്ട് നല്ലൊരു സ്പ്രേ ദില്ലി ഡിങ്കറിന്റെ വക. അസീമിന് 18 വയസ്സായ 18 വയസ്സായ അസീമിന് ഇതാകുമ്പോ എല്ലാം കാണാമല്ലോ. എല്ലാ സൈഡും വെടിവെപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടിവിയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ആണല്ലേ? ടിവിയുടെ ഇൻഫ്ലുവൻസ് 12 പേര് സോണിലുണ്ട്. ടിവിയുടെ 10 പേരെ സോണിലുള്ളൂ. നമ്മുടെ ഒരാൾ ഓൾറെഡി ചത്തു, ഒരാളോടെ ഓൾറെഡി ഡൗൺ ആണ്. അതെ, ഇവന്മാര് ഇൻഫ്ലുവൻസ് കുറഞ്ഞോണ്ടിരിക്കുന്നു. 19 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ 11 ആയി. ഇല്ലടാ, അവൻ ജസ്റ്റ് ഒരുത്തൻ വെളിയില കണ്ടോ, നിൽഗോട്ട് അവൻ വെളിയില. അതുകൊണ്ട് അവനിപ്പോ കയറുമ്പോ 12 ആവും. എന്താണ് ചെയ്യാൻ പോകുന്നത്? പുഷ് ചെയ്ത് അടിക്കാൻ പോവുകയാണോ? ടി.വി. മോബി. ഓ, മോബിക്ക് നല്ലൊരു ടാഗ്. മോബിക്ക് നല്ലൊരു ടാഗ് കിട്ടി. മോബി ആ ഒരു എഡ്ജില് പ്ലേയേഴ്സ് ഉള്ളത് ശ്രദ്ധിച്ചില്ലേ, കണ്ടില്ലേ? എന്താ സംഭവം?
അസീമിന് നല്ലൊരു ടാഗ് അപ്പുറത്ത് കിട്ടി. സർജിയോ അവിടെ വണ്ടി എടുത്ത് കറങ്ങുന്നുണ്ട്. സർജിയോ വണ്ടി എടുത്ത് പിറ്റ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ആംഗിളിൽ നിന്ന് ഇറങ്ങാനാണെന്ന് തോന്നുന്നു കേട്ടോ. മോബിക്ക് നല്ലൊരു ടാഗ് ഇട്ടിരുന്നത്. മോബി ഹീൽ ചെയ്യുകയാണ്. ജാസ്വി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 10 മെമ്പർഷിപ്പ് അഗൈൻ. ജാസ്വി ബ്രോ എന്ത് പറ്റി? പിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സർജിയോക്ക് അവിടെ വരാൻ. ജാസ്വി ബ്രോ താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. അതിനി ഇനി ആര് ഒരു എന്തെങ്കിലും ക്രെഡിറ്റ് മുഞ്ചാൻ നിൽക്കുന്ന ഒരുത്തനാണ്. അവനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഇഗ്നോർ ചെയ്യും. ജാസ്വി ബ്രോ താങ്ക് യു സോ മച്ച്. മുപ്പത് മെമ്പർഷിപ്പ് എന്തോന്നു പുള്ളി. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്ത സോൺ എന്തായാലും നമുക്ക് സോൺ കിട്ടില്ല, അതങ്ങനെയാണ്. നമുക്ക് സോൺ എന്തായാലും വരില്ല. ഓക്കെ, സർജിയോ ഈ ഒരു ആംഗിളോട് എത്തുന്നുണ്ട്. മേ ബി ഇതുവഴി കയറി ആ ഒരു കോർണറിലുള്ള ഒരു സ്പോട്ടിലോട്ട് വന്ന് ഏബലിനെ പിക്ക് ഓഫ് ചെയ്യാനുള്ള ട്രൈ ആയിരിക്കും. മേ ബി നമുക്ക് കണ്ടറിയാം. ഓക്കെ, അടുത്തൊരു സോണോട്ട് അഗൈൻ. നമുക്ക് പറയാൻ പറ്റില്ലടാ, ഈ POV അങ്ങനെ നമ്മൾ കാണത്തുള്ളൂ, മനസ്സിലായോ? 5 years ആയ ലൈവ് ആണ്. ഇപ്പോഴാണ് എനിക്ക് ഇതുപോലെ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആയത്. ലവ് യു അണ്ണ. ജാസ്വി ബ്രോ താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. 30 മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ 19,000-20,000 രൂപ എന്തോ ഉണ്ട്. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട് ബ്രോ. താങ്ക് യു. 5 വർഷമായിട്ട് ലൈവ് ആണെന്ന് ഇപ്പോഴാണെന്ന് പുള്ളിക്ക് അത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വന്നതെന്ന്. താങ്ക് യു സോ മച്ച് ബ്രോ മീൻസ് എ ലോട്ട്. ആ ഒരു എഡ്ജാണ് ഹോൾഡ് ചെയ്യുന്നത്. എന്റെ അമ്മ മനാബ്രോ മതി. എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട മനാബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ 25 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. മനാബ്രോ വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ നമ്മുടെ ടിവിയിലെ പിള്ളേരെ അടക്കം എല്ലാരെയും സഹായിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേണ്ട മനാബ്രോ. താങ്ക് യു സോ മച്ച് മനാബ്രോ മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് മനാബ്രോ മീൻസ് എ ലോട്ട്. മതി മനാബ്രോ. എനിക്കിനി മെമ്പർഷിപ്പ് വേണ്ട. ഗൈസ് മെമ്പർഷിപ്പ് എടുക്കല്ലേ, ദയവേത് ആരും എടുക്കല്ലേ. തോന്നുന്നു എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട. എല്ലായിടത്തും വെടിവെപ്പാന്നല്ലോ. ഞാൻ എവിടെ കവർ ചെയ്യും? ഇവിടെ ഇത് ഏബലിന്റെ നേരെ അതേപോലെ തന്നെ നിൽഗോട്ട് ഓടി കേറുന്നുണ്ട്. അസീം ഡൗൺ. അത്ര സീവേ മോനെ. ഇപ്പോൾ ചാറ്റ് നോക്കണേ. ജാസ്വി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 25 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് അഗൈൻ. ഈഗോ ഒന്നും കാര്യമില്ല. ഇത് വേണ്ട, ചിൽ ബ്രോ. എന്നെ ബ്രോ അവിടെ മോബി ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. റോഡ്രിഗസിനെ നീലനും അതുപോലെ നല്ലൊരു സ്പ്രേ അതേപോലെ നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. ബട്ട് അവർക്ക് പിക്ക് ഓഫ് എടുക്കാൻ സാധിച്ചില്ല. ഇവിടെ തൊട്ട് താഴെ ഉള്ളത് സ്റ്റീവ് ഒറ്റയ്ക്ക് പോവാണോ? ഏബൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ബട്ട് ഏബൽ അവിടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു മണ്ടത്തരമായിരിക്കും. ഏബൽ പോയില്ല. എല്ലായിടത്തും അടി നടക്കുന്നു. സ്റ്റീവ് നല്ലൊരു പിക്ക് ഇട്ട് അസീമിനെ റോഡ് ക്രോസ് ചെയ്യുന്നപ്പോഴേ പ്ലക്കി അവിടെ ഇട്ടവൻ. ഈ ഒരു ആംഗിൾ ദില്ലി ആൻഡ് മാർത്താണ്ഡൻ അവിടെ നിൽക്കാറുണ്ട്. ലാസ്റ്റ് ഇവിടുന്ന് ഇതാണെന്ന് തോന്നുന്നു ജിഗ്രുവിനെ. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കി, അതേപോലെ ടോറസ് മൈറ്റി, അതേപോലെ നല്ലൊരു ടാഗ് കയ്യിൽ നിന്ന് സോൺ വീണ്ടും മൊത്തത്തിൽ പോയി. ഏബൽ അവിടെ പുഷ് ചെയ്ത് കയറുന്നുണ്ട്.
2 of 2 ആണ് ഏബിൾ കിട്ടിയിരിക്കുന്നത്. അത് മൂന്നാമത്തെ pick. നിൽഗോട്ട് ഏബിളിനെ pick off ചെയ്തിട്ടുണ്ട്. ടോറസിനെ ഡൗൺ. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗർ ഡൗൺ. ഡെസിമൽ ആൻഡ് ദില്ലിയാണ് ബാക്കിയുള്ളത്. രണ്ടുപേരുടെ ഡെസിമൽ കിട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ദില്ലി മാത്രം ബാക്കി. ഓ ജുഗുറുവിനെ പിക്ക് ഓഫ് ചെയ്തു ദില്ലി. പക്ഷെ ദില്ലിനെ അവരെല്ലാരും എന്ത് കളി കളിച്ചാ മൂന്ന് കറങ്ങി അടിച്ചു കളഞ്ഞു. പ്ലേയേഴ്സിനാണ് ഇനി കാണുന്നത്. നമ്മള് നമ്മുടെ ഒരാള് രണ്ടുപേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജുഗുറും സ്നൈപ്പ് മാത്ര. ജുഗുറും സ്നൈപ്പ് ചെയ്യപ്പല്ല 3 പേര് ഡൗൺ ആയി. സത്യം ഒരു കുടുംബത്തെ അവിടെ വൈപ്പാക്കി കളഞ്ഞാൻ. കഷ്ടകാലം. ഇനി അടുത്ത ടർഫ് റെഡി ആയിക്കോ. 11 മുക്കാലല്ലേ പറഞ്ഞേ? അടുത്ത ടർഫ് സെയിം ലൈനപ്പ് കളിക്കട്ടെ. ഏതായത്? 11 മുക്കാൽ. അല്ല ഇതേതായിരുന്നു ടർഫ്? റാഞ്ചോ? ഞാൻ കളിക്കുന്നുണ്ടോ? പിള്ളേരെ കളിക്കാനോട്ടോ. അതെന്റെ നിന്നെ ഒന്നും കഴിവില്ലാത്ത കൊണ്ടേ നിന്നെ ഒന്നും ഒരിക്കലും ഇടത്ത പോലും ഇല്ല ഞാൻ ഇതിനകത്ത്. മനസ്സിലായ എന്താടാ ഞാൻ ഈ കാണുന്നത്? മെമ്പർഷിപ്പ് അല്ല, അത് 110 മെമ്പർഷിപ്പ് അല്ല. ഇപ്പം എത്രയാണ്? എത്ര മെമ്പർഷിപ്പ് ആയോ? 110 മെമ്പർഷിപ്പ് ആയോ? അതേപോലെ തന്നെ വില്ലു G30 മൈറ്റിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഏബൽ ഒഡേസിനെ പിക്ക് ഓഫ് ചെയ്തു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സാവേജ് നീൽഗോട്ടിനെ കൊന്നു. അതേപോലെ തന്നെ കില്ലോ ജപ്പാൻ മാർത്താനഡിനെ കൊന്നു. ഡെസിമലിനെ കൊന്നു. തിരിച്ച് ദില്ലിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ണെന്നുണ്ടെങ്കിൽ ടർഫിന്റെ തുടക്കത്തിൽ 11v12 ആയിരുന്നു. അവിടെ നിന്ന് നല്ലൊരു കാണാൻ സാധിച്ചു. തിരിച്ച് പിക്ക് ഓഫ് ചെയ്ത് വരാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് വീണ്ടും ഇവിടെ എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട മനാബ്രോ. എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട. സത്യമായിട്ട് ഡൊണേറ്റ് ചെയ്യല്ലേ. മതി. നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട. 11 മുക്കാൽ. എടാ സത്യം പറഞ്ഞല്ല കേട്ടോ, നമുക്ക് ടർഫിന് നമുക്ക് 11 കൊടുത്താൽ മതി. മനസ്സിലായോ? നമ്മളിപ്പം ചിലതൊക്കെ ഇപ്പം അരമണിക്കൂർ തീരുന്ന ടർഫുകള് നമുക്ക് എന്താ പറ്റുന്നത്? സാധാരണ എനിക്ക് അങ്ങനെ മെമ്പർഷിപ്പ് വരുന്നതല്ല അധികം. ഇന്ന് എന്ത് പറ്റി എല്ലാവർക്കും മെമ്പർഷിപ്പ്? എനിക്ക് വേണ്ട. ആരെ ബിസി ഉള്ളത് നോക്കിയണ്ട ഞാനല്ലേ. എന്റെ പൊന്നെ കാണാ ഞാൻ എടുത്ത് തോട്ടി കളയും കേട്ടോ മീരെ. മെമ്പർഷിപ്പ് വേണ്ടെങ്കിൽ നമ്മുടെ മോഡറേറ്റേഴ്സിന് വേണ്ടി ട്രിപ്പ് അങ്ങ് സ്പോൺസർ ചെയ്താൽ. ഇല്ല, വേറെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തോളാം. ഞാൻ വേറെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തോളാം. മറ്റേ ട്രിപ്പിന് വന്നിട്ട് പിണങ്ങി തമ്മിലടിച്ച് 2 വണ്ടി കൊലവണ്ടി കയറി വീട്ടിൽ പോകുന്നവനെ കൊണ്ടൊക്കെ ഞാൻ ഇനി ട്രിപ്പ് പോവാം. അഖിൽ ജോസഫ് ബ്രോ താങ്ക് യു സോ മച്ച്. സാലറി എല്ലാവർക്കും സാലറി കിട്ടി കേട്ടാ. അടുത്ത മന്ത് ചേട്ടാ. ന്യൂ മന്ത് സ്റ്റാർട്ടിങ്. MJ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്.